ഹലോ. അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ ഇങ്ങ് എത്തിയില്ലേ? വിഷുക്കണിക്കായിട്ട് ഞാൻ തയ്യാറാക്കിയ ഗുരുവായൂരപ്പൻ്റെ ഒരു മനോഹരമായ ഡെക്കറേഷനാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മൾട്ടിവുഡിൻ്റെ ഈ വേസ്റ്റ് പീസുകളുണ്ടല്ലോ, അതെല്ലാം ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ സ്ക്രൂ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഈ മൾട്ടിവുഡിൻ്റെ പീസ് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു മരപ്പണി ചെയ്യണ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഈ ഷേപ്പിന് കട്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ആ പീസിനെ നമ്മൾ ഒരു വെൽവെറ്റ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ നെറ്റിപ്പട്ടത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ സെയിം മെറ്റീരിയലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അരികു വശം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മടക്കി ഒട്ടിക്കുക. ഇനി തിരുമുടിമാല തയ്യാറാക്കുവാനായിട്ട് ഞാനിവിടെ 3 കളറിലുള്ള ത്രെഡ്സാണ് എടുത്തിരിക്കുന്നത്. വെള്ള, പച്ച, ചുവപ്പ്. ഒരു പൂവ് നമുക്ക് എത്ര വലുപ്പത്തിൽ വേണോ ആ ഒരു വലുപ്പം കണക്കാക്കി ഒരു കാർഡ്ബോർഡ് പീസ് മുറിച്ചെടുക്കാം. അതിനുശേഷം ആ നൂല് അതിൽ ഒരു 50-60 തവണ അടുപ്പിച്ച് ചുറ്റി കൊടുക്കാം. ഈ ചുറ്റുന്നതിൻ്റെ എണ്ണം നമുക്ക് ഇഷ്ടമുള്ളത്ര കൂട്ടി കൊടുക്കാം കേട്ടോ. എത്ര കൂടുന്നോ അത്രയും ഭംഗിയായിരിക്കും ആ പൂവ് കാണാൻ. ഇനി ആ നൂല് കാർഡ്ബോർഡിൽ നിന്ന് മാറ്റി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കെട്ട് നല്ല മുറുക്കി കെട്ടാം. അതിനുശേഷം 2 വശവും നല്ല രീതിക്ക് വെട്ടി കൊടുക്കാം. ഇനി അതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ അരിക് വെട്ടി ക്ലിയർ ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പൂക്കളെല്ലാം അതേ കളറ് നൂല് കൊണ്ട് കെട്ടി മാല പോലെ ആക്കിയെടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബോർഡിലേക്ക് മുള്ളാണി ഒരു നിശ്ചിത അകലത്തിൽ മേൽഭാഗത്ത് അടിച്ചു കൊടുക്കാം. മാല ഈ ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് താഴേക്ക് പെട്ടെന്ന് വീണ്ടും പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആലവട്ടം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 MDFൻ്റെ ചെറിയ ബോർഡുകളാണ് എടുത്തിരിക്കുന്നത്. അതിനെയും നേരത്തെ ഉപയോഗിച്ച അതേ മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി അതിനെ ബോർഡിലേക്ക് മുള്ളാണി ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്യാം. അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാലകൾ ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് ഓരോ ഭാഗം പശ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് വരാം. ഓരോ മാലയായി താഴേക്ക് ഒട്ടിച്ചെടുക്കാം. ആലവട്ടത്തിനായി നെറ്റിപ്പട്ടത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മയിൽപ്പീലി ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ വെട്ടിയെടുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായി ചൂരൽപുളിയും ഒട്ടിക്കാം. അവസാനം മയിൽപ്പീലിയുടെ തുമ്പ് ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇനി ബോർഡിൻ്റെ താഴ്ഭാഗം കൂടി നമുക്ക് റെഡ് കളർ വെൽവെറ്റ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തെടുക്കാം. കുറച്ചധികം ദിവസങ്ങളെടുത്ത് ഞാൻ ചെയ്തൊരു ചെറിയ ശ്രമമായിരുന്നു കേട്ടോ ഇത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ.